അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ആമുഖങ്ങളില്ലാതെ ഭാഷണത്തിലേക്ക് കടക്കുകയാണ്. 5G ജനറേഷൻ അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ടെക്നോളജിയും മറ്റ് സാങ്കേതിക വിദ്യകളെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ഓൺലൈൻ ഗെയിം അല്ലെങ്കിൽ ഗെയിം എന്ന് പറയുന്നത് വളരെയധികം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷണലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ഒരു വിഭാഗം കൗമാരക്കാർ ഗെയിമിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ, ആ ഒരു സംവിധാനത്തെ വരുമാന മാർഗമായി സ്വീകരിച്ചു പോന്നിട്ടുള്ളതെന്നത് നമുക്ക് വളരെയധികം കാണാൻ സാധിക്കുന്നതാണ്. യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ന് ഗെയിമിങ്ങിലൂടെ ഒരു വിഭാഗം കൗമാരക്കാർ അവരുടേതായ സമ്പത്ത് സ്വരൂപിക്കുകയും വളരെയധികം ലക്ഷറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകൾ ഇന്ന് അവരുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുവശം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, കുറച്ച് നാൾക്ക് മുമ്പാണ് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ആ ഒരു ഗെയിം മൂലമുണ്ടായിട്ടുള്ള അപകടകരമായൊരു സാധ്യതയ്ക്ക് നമ്മുടെ കേരള ലോകം അല്ലെങ്കിൽ ഈ ലോകം തന്നെ വളരെയധികം അപകടകരമായൊരു അവസ്ഥയെ നാം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ഗെയിമിലൂടെ എത്രയെത്ര കൗമാരക്കാർക്കാണ് അവരുടെ ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഗെയിമുകളിലൂടെ സ്വന്തം ജീവിതത്തെ തന്നെ, സ്വന്തം ജീവിതത്തിൻ്റെ മൂല്യത്തെ തന്നെ ചൂഷണം ചെയ്യുന്ന, സ്വന്തം ജീവിതം ഒന്നുമല്ല, ഈ ഗെയിം മാത്രമാണ് നിങ്ങളുടെ ഉപാധി, ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വരുമാനങ്ങൾ കിട്ടുന്നു, ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന തരത്തിലുള്ള ഓരോ തീമുകളും ഓരോ നെറേറ്റീവുകളും അടിച്ചിറക്കുന്ന ഈ ഗെയിമിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അതിലൂടെ ഇത്തരത്തിലുള്ള കൗമാരക്കാരുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് അവരുടെ തന്നെ സ്വന്തം ജീവിതത്തെയാണ് ത്യജിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ നാം ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഗെയിമിൻ്റെ ലോകത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് അഡിക്ഷനായിട്ടുള്ള ഗെയിമിൻ്റെ ദുരുപയോഗം മൂലം സ്വന്തം ജീവിതത്തെ തന്നെ, സ്വന്തം കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തതിന് വേണ്ടി, ആ ഓൺലൈൻ ഗെയിം കളിക്കാൻ പൈസ ഇല്ലാത്തതിന് വേണ്ടി വീട്ടിൽ നിന്നും മോഷണം നടത്തുകയും അല്ലെങ്കിൽ മാതാപിതാക്കളോട് നിരന്തരം ഇരക്കുകയും, അങ്ങനെ മാതാപിതാക്കൾ ആ ഗെയിമിന് വേണ്ടി പൈസ തനിക്ക് കളിക്കാനുള്ള പൈസ തരാതിരിക്കുന്നത് മൂലം സ്വന്തം മാതാപിതാക്കളെ കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നത് അപകടകരമായൊരു അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഗെയിമിങ്ങിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നാം നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. ഗെയിം എന്ന് പറയുന്നത് ഒരു ജീവിത ഉപാധിയായി മാറുമ്പോൾ തന്നെ അതിൻ്റെ അഡിക്ഷൻ മൂലം സ്വന്തം ജീവിതത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ കൗമാരക്കാരെ ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളാകുന്ന മനുഷ്യർക്കാണ്. ഇത്തരത്തിലുള്ള ഗെയിമുകൾ ലോകത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് യാതൊരുവിധ മാർഗങ്ങളും, എത്തരത്തിലുള്ള മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ പോകുന്നതെന്ന് മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിൻ്റെ വിശാലതയും സമയത്തിൻ്റെ അപര്യാപ്തതയും പരിഗണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.